ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതം. 116 സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നത്? ജീവനുള്ള പ്രദേശത്തേക്കോട് മുമ്പാകെ നടക്കും, കാലിനെ വീഴ്ചയിൽ നിന്നും. അപ്പോൾ നമ്മുടെ കാലുകൾ എപ്പോഴും എന്ത് ചെയ്യും? വഴുതി പോകുന്ന കാര്യം. അതെങ്ങനെയും വഴുതാം. വിശ്വസം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ കാലിന് ബലഹീനത വരും. നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും വലിയ അപകടത്തിനും വീഴ്ചയിലേക്കും, അത് മരണത്തിന് തന്നെ അത് നയിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രായമുള്ളവരൊക്കെ കാല് വീഴ്ച താഴേക്ക് വീണ് കഴിഞ്ഞാൽ, അസ്ഥികൾക്ക് പൊട്ടലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചികിത്സയില്ല, പിന്നെ അവർ എഴുന്നേൽക്കുന്നില്ല, അതേ കിടപ്പിൽ കിടന്ന് നമ്മുടെ പ്രാണൻ. അങ്ങനെ പലരുടെയും ജീവിതാനുഭവങ്ങൾ സ്വതന്ത്രം നമ്മുടെ മുമ്പിൽ. പ്രത്യേകിച്ച് എനിക്കത് വളരെ വ്യക്തമായി അറിയാം. എൻ്റെ മാതാവിന് അങ്ങനെ സംഭവിച്ച ഒരനുഭവം ഉണ്ടായിരുന്നു. കാല് പതുക്കെ ഒന്ന് തെറ്റതേ ഉള്ളൂ. പ്രായമായപ്പോൾ ആ തെറ്റലിൽ ആ അങ്ങനെ ഒരു ചെറിയൊരു വീഴ്ച, അങ്ങനെ വീണു. ആ കാലിന് പൊട്ടലുണ്ടായി. ഒന്നും ചെയ്യാൻ പറ്റാതെ, പ്രായാധിക്യം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യും, ഒന്നും ചെയ്യുവാൻ കഴിയാതെ ആ ഒരേ കിടപ്പിൽ അങ്ങനെ കിടന്നു. മാസങ്ങൾ അതേ കിടപ്പിൽ കിടന്നതിന് ശേഷം താൻ പ്രേമിച്ച കർത്താവിലേക്ക് എടുക്കപ്പെടുവാൻ കൊണ്ടുവിടെയായി. അപ്പോൾ ഈ കാലൊരു വലിയ വിഷയമാണ്. കാലിനെ വീഴ്ചയിൽ നിന്ന് ദൈവം വിടുവിച്ചിരിക്കുന്നു എന്ന് എഴുതുമ്പോൾ, കണ്ണിനെ കണ്ണുനീരിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു സീരിയസ്നെസ് ഉണ്ട്. പ്രാണനെ മരണത്തിൽ എന്ന് പറയുമ്പോൾ അതിനൊരു സീരിയസ്നെസ് ഉണ്ട്. പക്ഷെ കാലിനെ വീഴ്ചയിൽ നിന്ന് പറയുമ്പോൾ മറ്റു രണ്ടിനേക്കാൾ അതിപ്രധാനമായതുണ്ട്. കാലിനെ വീഴ്ചയിൽ നിന്ന്, അത് ലോകപ്രകാരമുള്ള വീഴ്ചയാകാം, ആമീസൂത്രം ദൈവകൃപയിൽ നിന്നുള്ള വീഴ്ചയാകാം. ദൈവകൃപയിൽ നിന്ന് ദൂതന്മാർ ഉൾപ്പെടെയുള്ള വലിയൊരു കൂട്ടം വീണുപോയതായി നമുക്ക് കാണുവാൻ. വീണുപോയ ദൂതന്മാർ എന്നാണ് അവരെ കുറിച്ച്. എത്രയോ മനുഷ്യരാമീൻ സൂത്രം കാലിടറി വീണിരിക്കുന്നു. ലോകത്തിന്റെ ഇമ്പം കണ്ട് ഭ്രമിച്ച്, ലോകത്തിന്റെ മോഹങ്ങൾക്ക് ലോകത്തിന്റെ സമ്പത്ത് കണ്ട് ഭ്രമിച്ച്, ലോകത്തിന്റെ ഭോഗേച്ഛകളെ കണ്ട് ഭ്രമിച്ച് എത്രയോ പേരുടെ കണ്ണന്തമായി, തലച്ചോറന്തമായി, ബുദ്ധി അഫലമായി ദൈവകൃപയിൽ നിന്ന് വീണുപോയിട്ടുണ്ട്. കർത്താവിന്റെ അടുക്കലേക്ക് ലൂസിഫർ ഒരിക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാണുന്നതൊക്കെയും എന്റേതാകുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ, നീ എന്നെ വന്ദിച്ചാൽ നിനക്കിതൊക്കെ ഞാൻ തരാം. കർത്താവ് പറഞ്ഞു: ആമീൻ സ്തോത്രം, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ എനിക്ക് ആരാധിക്കാൻ പ്രമാണമുള്ളൂ എന്നാണ്. അങ്ങനെ തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട്. നിനക്കത് അറിയത്തില്ലെങ്കിൽ നീ അത് പഠിക്കണം. അവനറിയ, പക്ഷെ അവൻ നോക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം. എന്തിനാണ് നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നത്? ദൈവം നമ്മുടെ കാലിടറാതിരിപ്പാൻ, കാൽ വഴുതാതിരിപ്പാൻ കർത്താവ് നമ്മുടെ കാലുകൾക്ക് ആമീസൂത്രം കാവൽക്കാരെ നിർത്തുന്നതിന്റെ കാരണം ദൈവ കൃപയിൽ നിന്ന് വഴുതി പോകാതിരിക്കുന്നതിന്. ജോസഫിനെ നോക്കി പഠിക്കുക. ആമീസൂത്രം അവനോട് ദർശനം അവന്റെ ബാല്യത്തിൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഉറച്ചു നിന്നത്. കാൽ വഴുതി പോകാനുള്ള ജീവിത സാഹചര്യമുണ്ട്. ഇല്ലാത്തതാർക്ക? ജീവിതത്തിന്റെ ഒരു നല്ല യൗവനകാലം, കൗമാരം മുതൽ യൗവനം വരെയും കഷ്ടതയുടെ അടിമപ്പാടി കിടന്ന് അവൻ വലിയ സങ്കടങ്ങളും വേദനകളും പട്ടിണികളും അനുഭവിച്ചു. ശരീരം മുഴുവൻ മുറിവേറ്റവനായിരിക്കുന്ന ഒരു യൗവനക്കാരനായിരുന്നു. അവസാനമാണ് പൊത്തിഫേറിന്റെ വീട്ടിലേക്ക് വരുന്നത്. പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ കാൽ വഴുതി പോകാമായിരുന്നു എല്ലാ തരത്തിലും. കാരണം ആരായാലും ചിന്തിക്കും, എന്റെ ജീവിതത്തിൽ എന്റെ സഹോദരന്മാർ പോലും എന്നെ ആമീസൂത്രം കൊല്ലുവാനായി പൊട്ടക്കെട്ടിൽ ഇട്ടതാണ്, അവരെന്നെ ഒരു അടിമയെ പോലെ വിറ്റതാണ്, പിന്നെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നത്? ഇവിടെ എനിക്കിപ്പോ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ട്, പിന്നെന്താ ഇതും കൂടെ അല്പം എനിക്ക് എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ എന്ന് ചിന്തിക്കാം. ഒരു യൗവനക്കാരന് ചിന്തിക്കാം. പക്ഷെ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ആമീസൂത്രം, നിന്നെ മാത്രമാണ് പൊത്തിഫേർ എനിക്ക് വിലക്കിയിരിക്കുന്നത്. എന്റെ ദൈവത്തോട്, എന്റെ യജമാനോട് ഞാൻ അനുസരണക്കേട് കാണിക്കുക ഇല്ല. മാത്രമല്ല, എന്റെ ദൈവസന്നിധിയിൽ ഞാൻ ഒരു വിശ്വസ്തനായി ജീവിക്കുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അനേകർക്ക് ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ അനേകർക്ക് ഭക്ഷണം കൊടുക്കുവാൻ താൻ വിളിച്ച് പേർ മാറ്റിയിട്ട് ആമീസൂത്രം ഇസ്രായേലിന് അടിസ്ഥാനമിട്ട എന്റെ പിതാവ് ആമീസൂത്രം അവന് ഭക്ഷണം കൊടുക്കുവാൻ ദൈവന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ജോസഫിന് എല്ലാം ആകാമായിരുന്നു. കാരണം പൊത്തിഫേറിന് ആ വീട്ടിൽ വലിയ റോളുകളൊന്നുമില്ല. അവനെപ്പോഴും ആമീസൂത്രം എന്തായിരുന്നു?
അവനെപ്പോഴും ഫറവോനോടൊപ്പമായിരുന്നു, അകമ്പടിയായിരുന്നു, അവന്റെ കൂടെ ഇരിക്കുന്നു രാവും പകലും ഒക്കെ. അല്പം മാത്രമേ ഭവനത്തിലേക്ക്, അവന്റെ ക്വാർട്ടേഴ്സിലേക്ക്, അവന്റെ ബംഗ്ലാവിലേക്ക് അവന് വരും. ബാക്കി എല്ലാ കാര്യങ്ങളും ജോസഫിനെ ഏൽപ്പിച്ചിരിക്കുന്ന. മാത്രമല്ല, യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ എന്ത് പേടിക്കാനോ, തനിക്കുള്ളത് മുഴുവൻ അങ്ങ് വിട്ടുകൊടുത്തു. പറഞ്ഞു, അവൾ എന്റെ ഭാര്യയാണ്, അവളെ മാത്രം നീ കർത്തൃത്വം ചെയ്യാൻ പാടില്ല. ഈ ഒരു വിവേചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആമീൻ കാലിന് വീഴ്ച വരാതെ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ദൈവത്തിന്റെ പൈതലേ, അപ്പോൾ കാലിന് വീഴ്ചയില്ലാതെ ദൈവം നമ്മളെ നിർത്തുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ യഹോവയുടെ മുമ്പാകെ നടക്കും. യഹോവയുടെ മുമ്പാകെ നടക്കണം. എവിടെ? ഭൂമിയിൽ മാത്രമല്ല, ഉന്നതങ്ങളിലും, പുത്തനെരിശിലേമിലും, 1000 ആണ്ട് വാഴ്ചയിലും, സ്വർഗ സിയോനിലും എന്ത് ചെയ്യും? ദൈവത്തോടൊപ്പം, ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളതയോടും നിഷ്കളങ്കതയോടും നടക്കുവാനായി ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാകുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ പ്രഭാതത്തിൽ ഈ വചനം നീ കേൾക്കുന്നുണ്ടെങ്കിൽ ആമീൻ നിന്റെ നടപ്പിനെ നീ ചോദന, നീ എവിടെ ആയിരിക്കും ഓർമ്മ വേണം. ഒരുപക്ഷെ ആമീൻ നിനക്കെല്ലാം അനുകൂലമാക്കി തരും പിശാച്. നിനക്കെല്ലാം നീ ഒന്ന് കണ്ണടച്ചു കൊടുത്തേച്ചാ മതി. നിനക്ക് കൈക്കൂലി ഇഷ്ടം പോലെ കിട്ടും. നിനക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നീ ഒന്ന് കണ്ണടച്ചു കൊടുത്ത്, നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും. നീ ഒന്ന് കണ്ണടച്ചു കൊടുത്തേച്ചാൽ മതി. നിനക്ക് എന്ത് വേണമോ നീ ആഗ്രഹിക്കുന്ന എല്ലാം നിനക്ക് നേടിയെടുക്കുവാൻ കഴിയും. പക്ഷെ ഉന്നതങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. കണക്ക് ചോദിക്കുമ്പോൾ നിന്റെ കാലുകൾ ഉണ്ടല്ലോ, ഈ വഴി പോകുന്ന കാലുകൾ ബലപ്പെട്ടിരിക്കുകയില്ല. ഈ ഭൂമിയിൽ ആമീൻ പിശാച് കാണിക്കുന്ന ആമീൻ സകലത്തിലും അവന്റെ കാല് വഴുതിപ്പോയെങ്കിൽ സ്വർഗോന്നതങ്ങൾ ഉന്നതങ്ങളിൽ നിൽക്കുന്ന സ്വർഗീയ കർത്താവിന്റെ മുമ്പിലും നിന്റെ കാൽ ഏപ്പാടി പോകും. അതാണ് തിരുവനന്തപുരത്ത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ കാൽ വഴുതാതെ കർത്താവ് നിന്നെ നിർത്തുന്നതിന് വേണ്ടി നീ കണ്ണുനീരോടെ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. കർത്താവ് നിന്റെ പ്രാണമരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ശരി, താങ്ക് യു. കർത്താവെ, നീ എന്റെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്നു. ശരി, താങ്ക് യു, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ നീ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുന്നതിനായി ഞാൻ നിനക്ക് 1000 സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദൈവത്തിന്റെ ജനമേ, കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുവാൻ പലതരത്തിൽ ദൈവപ്രവൃത്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെടാറുണ്ട്. ചിലത് പോകണ്ടെന്ന് ദൈവം പറയും, ചിലത് ചെയ്യരുതെന്ന് ദൈവം പറയും. സ്വപ്നത്തിൽ കൂടെ ഇടപെടും, പ്രവാചകന്മാരിൽ കൂടെ ഇടപെടും, സഹപ്രവർത്തകരിൽ കൂടെ ഇടപെടും, ഭാര്യയിൽ കൂടെ ഇടപെടും, ഭർത്താവിൽ കൂടെ ഇടപെടും, മക്കൾ കൂടെ ഇടപെടും. ഇടപെടുമ്പോഴൊക്കെ നിന്റെ ഉള്ളിൽ ഒരു കത്തൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഒരു കത്തല് തരും. അത് ചെയ്യരുതെന്നാണ് ദൈവം പറയുകയാണ്. ഇവരിൽ കൂടെ ദൈവമാണ് പറയുന്നത്. ഈ ശബ്ദം ശ്രവിക്കുവാൻ നീ ചെവി കൊടുത്താൽ ദൈവത്തിന്റെ പൈതൽ നിനക്ക് പുത്രനിൽ പാർക്കാം, സ്വർഗ സിയോനിലെ നന്മകൾ അനുഭവിക്കാം, 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാഴാം. വചനങ്ങളാൽ ദൈവം നമ്മളെ